ഹലോ, ഞാൻ റിജി. റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഡി മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രസിഡൻസ് ആണ്. നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തത് ഓർഡർ ഓഫ് പ്രസിഡൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തേക്കുന്നത്. നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന വീഡിയോ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എല്ലാം നമുക്കൊരു വീഡിയോയിലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോ ഒരുപാട് വലിയൊരു വീഡിയോ അല്ലായിട്ട് നമ്മൾ ചെയ്യുന്നത്. 1 hour ഉണ്ടാവുള്ളൂ ഈ വീഡിയോ. നമ്മുടെ പഴയ മൈക്ക് K8 മൈക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് സമയം ചെയ്യാനാവില്ല. 1 hour തന്നെ എനിക്ക് അറിയില്ല ഓഫായി പോകുന്നുള്ള മൈക്ക്. എങ്ങനെ ഓഫായി പോകണമെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. ലാസ്റ്റൊക്കെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ 1 hourഉം ഒരു സംതിങ് 20 minutes ഒക്കെയാണ് കിട്ടിയിരുന്നത്. ഇതിപ്പോൾ ഒരു 3 വർഷമായി ഈ മൈക്ക്. അപ്പോൾ ഞാൻ ഈ മൈക്ക് വെച്ച് നമ്മൾ പുതിയ മൈക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മൈക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ദ പേഴ്സൺ CCT മാനുവൽ 2026 സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ CCT പേപ്പർ 1 ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് കറക്റ്റ് ആവണമെന്നില്ല, ഒരു പക്ഷേ തെറ്റ് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ പ്രിഡ് ആൻസേഴ്സ് ഫസ്റ്റ് ഭാഗത്തും ലാസ്റ്റ് ഭാഗത്തും ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം എന്നും കൂടി പ്രത്യേകം പറയാണ്. എന്തായാലും നിങ്ങൾ ഒറിജിനൽ പ്രിഡ് ആൻസേഴ്സ് നോക്കുന്നതായിരിക്കും കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മൊബൈൽ ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതായിരിക്കും കംഫർട്ടബിൾ നമുക്ക് പറഞ്ഞു പോകാനൊക്കെ. ഒരിക്കൽ കൂടി പറയണ CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. 1. The Constituent Assembly commenced its business with Dr. Rajendra Prasad as its A chairman, B speaker, C president, D deputy speaker. Answer C president. Answer C president. 2. The Constituent Assembly which framed the Indian Constitution was set up in A 1945, B 1946, C 1947, D 1949. Answer B 1946. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം, നമ്മൾ പറയുന്നതിലൊക്കെ. 2. The Constituent Assembly which framed the Indian Constitution was set up in A 1945, B 1946, C 1947, D 1949. And answer B 1946. 3. The Constitution is declared to have been adopted and enacted by the A Constituent Assembly, B People of India, C Indian Parliament, D British Parliament. Answer B People of India. 4. The Constitution of India came into force on A 15 August 1947, B 26 January 1950, C 26 January 1947, D 15 August 1950. Answer B 26 January 1950. 5. The Constitution of India was adopted by the Constituent Assembly on A 11 December 1946, B 15 August 1957, B 15 August 1957, C 26 November 1950, D 26 November 1949. Answer D 26 November 1949.
Sixth, the greatest impact on the Constitution of India was left by A. The Government of India Act 1935, B. The Constitution of USA, C. The Constitution of UK, D. The Constitution of Canada. Answer A. The Government of India Act 1935. Answer A. The Government of India Act 1935. 7. The most short-lived of all the Britain's constitutional experiments in India was the A. Indian Councils Act of 1861, B. Indian Councils Act of 1892, C. Indian Councils Act 1892, D. Indian Councils Act 1909. Answer A. Indian Councils Act 1861. 9. Which one of the following is not a feature of the Government of India Act of 1935? A. Diarchy at the center as well as in the provinces. B. A bicameral legislature. C. Provisional autonomy. D. An all India federation. Answer B. A bicameral legislature. Answer B. A bicameral legislature. 10. Who presided over the inaugural section of the Constituent Assembly? A. C. Rajagopalachari. B. Jawaharlal Nehru. C. Sachidanand Sinha. D. B.R. Ambedkar. Answer C. Sachidanand Sinha. Answer C. Sachidanand Sinha. 11. The real intention of the British to include the princely states in the Federal Union proposed by the Indian Act of 1935 was to A. Exercise more and direct political and administrative control over the princely states. B. Involve the princes actively in the administration of the colony. C. Finally, effect the complete and administrative takeover of all the princely states by the British. D. Use the princes to counterbalance the anti-imperialist doctrines of the nationalist leaders. Answer C. Finally, effect the complete and administrative takeover of all the princely states by the British. 12. The time taken by Constituent Assembly to prepare the Indian Constitution was A. 3 years 7 months. B. 2 years 11 months 18 days. C. 2 years 10 months 11 days. D. 3 years 2 months 18 days. Answer B. 2 years 11 months 18 days. 13. Chairman of the Drafting Committee of the Constituent Assembly. A. B.R. Ambedkar. B. J.L. Nehru. C. K.M. Munshi. D. S.N. Sinha. Answer A. B.R. Ambedkar. 14. Indian Constitution has adopted many provisions from the constitutions of other countries. Indian Constitution is termed as dash for this. A. Lifted Constitution. B. Cluster provisions. C. A bag of borrowings. D. None of above. Answer C. A bag of borrowings. Answer C. A bag of borrowings. 15. The Constitution of India was divided into dash parts. A. 22, B. 24, C. 20, D. 21. ഇനി നമുക്ക് ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ദ സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സ് ആണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നത്. 522 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ടോട്ടല്. ക്യാമറ ക്ലാരിറ്റി ഒക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം.
ഈ സെക്ഷനിലോട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ വീഡിയോയിൽ. എന്നാലും നമ്മൾ ടോട്ടലായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത്. എനിക്ക് എന്തായാലും ഹെൽപ്പായിരിക്കും എന്തായാലും ഈ വീഡിയോ. നമുക്ക് എന്താ പറയുക, കമ്പയർ ചെയ്തൊക്കെ പിന്നീട് എന്തായാലും ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 522 അല്ല, 523 ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. The structure of the Indian Constitution. The structure of the Indian Constitution. 16. An interpretation of the Indian Constitution is based on the spirit of the A. Preamble, B. Directive principles, C. Fundamental rights, D. Fundamental duties. Answer A. Preamble. Sorry, answer A. Preamble. 16. An interpretation of the Indian Constitution is based on the spirit of the A. Preamble, B. Directive principles, C. Fundamental rights, D. Fundamental duties. Answer A. Preamble. Spelling mistake, please adjust. 17. Consider the following words: A. Socialist, B. Democratic, C. Sovereign, D. Secular. Choose the response that gives the correct order in which these words occur in the preamble. A. C, A, D and B. B, C, D, A and B. C, C, D, B and A. D, 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 A, C and B. Answer A. C, A, D and B. Answer A. C, A, D and B. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി, ദയവേത് ക്ഷമിക്കണം. ഒരിക്കലും പറയാണ് ഈ ക്വസ്റ്റ്യൻ. 17. Consider the following words: A. Socialist, B. Democratic, C. Sovereign, D. Secular. Choose the response that gives the correct order in which these words occur in the preamble. A. C, A, D and B. B, C, D, A and B. C, C, D, B and A. D, D, A, C and B. Answer A. C, A, D and B. Answer A. C, A, D and B. C. Sovereign, A. Socialist, D. Secular, B. Democratic. 18. Economic justice as one of the objectives of the Indian Constitution has been provided in the A. Preamble and fundamental rights, B. Preamble and directive principles, C. Fundamental rights and directive principles, D. Preamble, fundamental rights and directive principles. Answer B. Preamble and directive principles. 19. Economic justice is mainly realized by 19. Economic justice is mainly realized by A. The right to work, B. Unemployment, D. Ceiling on property. Answer A. The right to work. Answer A. The right to work. 20. How many types of emergency have been visualized in the Constitution of India? A. 1, B. 2, C. 3, D. 4. Answer C. 3. Answer C. 3. 21. Indian polity, the ultimate sovereignty rests with the A. President, B. People, C. Parliament, D. The Constitution. Answer B. People. 21. In Indian polity, the ultimate sovereignty rests with the A. President, B. People, C. Parliament, D. The Constitution. Answer B. People. 22. In the Indian Constitution, the word "we" appears in the preamble, which in fact means A. The people of India, A. The people of India, B. The people of England, C. The members of the Constitution Assembly, D. The elected institutions of the country. Answer A. The people of India. 22. In
In the Indian Constitution, the word "we" appears in the preamble, which in fact means A. The people of India, B. The people of England, C. The members of the Constituent Assembly, D. The elected institution of the country. Answer A. The people of India. Answer B. Fundamental rights. 23. In which of the following points is the Indian Constitution similar to that of USA? A. Rule of law. B. Fundamental rights. C. Directive principles of state policy. D. Rigid constitution. Answer B. Fundamental rights. 24. In which schedule of the Constitution are land reform laws included? A. 7th. B. A. 8th. C. 9th. D. 10th. Answer C. 9th. 25. India is a secular state because A. All religions are equally protected. B. The state has no religion of its own. C. There will be no discrimination on grounds of religion or caste. D. All of the above. Answer B. The state has no religion of its own. Answer B. The state has no religion. Answer B. The state has no religion of its own. 26. It is often said that the key to the minds of the makers of our constitution lies in the A. Preamble, B. Fundamental rights, C. Fundamental duties, D. Directive principles. Answer A. Preamble. Answer A. Preamble. Spelling mistake ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. 27. Regarding India's constitution, we may say it is A. More rigid than flexible. B. Very rigid. C. More flexible than rigid. D. Very flexible. Answer C. More flexible than rigid. 28. The 7th schedule of the Constitution of India contains A. States and Union Territories. B. Salary. Answer C. Union list, state list, and concurrent list. 28. The 7th schedule of the Constitution of India contains A. States and Union Territories. A. States and Union Territories. B. Salaries of President, Vice President, etc. C. Union list, state list, and concurrent list. D. Allocation of seats in the Rajya Sabha. Answer C. Union list, state list, and concurrent list. 29. The eighth schedule of the Constitution deals with A. The list of 18 regional languages. B. Fundamental rights. C. Directive principles of state policy. D. All the above. Answer A. The list of 18 regional languages. Answer A. The list of 18 regional languages. 30. The Indian Constitution is A. Impossible to amend. B. Easy to amend. C. Extremely difficult to amend. D. Not easy to amend. Answer D. Not easy to amend. 31. The Indian Constitution is regarded as A. Federal. B. Unitary. C. Parliamentary. D. Federal in form. D. Federal in form and unitary in spirit. Answer D. Federal in form and unitary in spirit. 31. The Indian Constitution is regarded as A. Federal. B. Unitary. C. Parliamentary. D. Federal in form and unitary in spirit. Answer D. Federal in form and unitary in spirit. 32. The Constitution of India recognizes A. Only religious minorities. B. Only linguistic minorities. C. Religious and linguistic minorities. D. Religious, linguistic, and ethnic minorities. Answer B. Only linguistic minorities. 33. The preamble enshrines certain ideals that were first spelled out in A.
B. The Nehru Report. C. A resolution adopted at the Karachi section of the Indian National Congress. D. The Objectives Resolution adopted by the Constituent Assembly. Answer D. The Objectives Resolution adopted by the Constituent Assembly. 33. The preamble enshrines certain ideals that were first spelled out in A. The preamble enshrines certain ideals that were first spelled out in A. The speech by Jawaharlal Nehru on the banks of Ravi when he called for Purna Swaraj. B. The Nehru Report. C. A resolution adopted at the Karachi section of the Indian National Congress. D. The objectives resolution are adopted by the Constituent Assembly. Answer D. The objectives resolution adopted by the Constituent Assembly. Answer D. The objectives resolution adopted by Answer D. The objectives resolution adopted by the Constituent Assembly. 34. The preamble of the Indian Constitution reads. The preamble of the Indian Constitution reads: A. We the citizens of India adopt, enact and give to ourselves this Constitution. B. The people of India adopt, enact and give to ourselves this Constitution. C. We the people of India adopt, enact and give to our Constituent Assembly this Constitution. D. We the citizen of India adopt, enact and give to ourselves the Constitution. "34. The preamble of the Indian Constitution reads: A. We the citizen of India adopt, enact and give to ourselves this Constitution." നമുക്ക് ഒരിക്കൽ കൂടി പറയാം. 34. The preamble of the Indian Constitution reads: A. We the citizen of India adopt, enact and give to ourselves this Constitution. B. We the people of India adopt, enact and give to ourselves this Constitution. C. We the people of India adopt, enact and give to our Constituent Assembly this Constitution. D. We the citizen of India adopt, enact and give to ourselves the Constitution. Answer B. We the people of India adopt, enact and give to ourselves this Constitution. "35. Which of the following emerges clearly from the preamble? A. Which of the following emerges clearly from the preamble? A. When the Constitution was enacted. B. The ideals that were to be achieved. C. The system of government. D. The source of authority. A. B, C and D. B, A and B. C. A, B and C. D. A, B, C and D. Answer D. A, B, C and D. A. When the Constitution was enacted. B. The ideals that were to be achieved. C. The system of government. D. The source of authority. നമ്മുടെ വീഡിയോ ഇവിടെ ചെന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മൈക്ക് ഓഫായി പോവാണ് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചില ഭാഗത്തൊക്കെ സൗണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്. കൂടുതൽ നേരം നമുക്ക് എടുക്കാനാവില്ല. എന്താ പറയുക, 1 മണിക്കൂറുള്ള വീഡിയോ ഒക്കെ ഞാൻ വിചാരിച്ചത്. 1 അവറുള്ള വീഡിയോ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ നടക്കില്ല. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ ചാപ്റ്റർ 2 ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ
എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ദയവേത് ക്ഷമിക്കുക. പിന്നെ മൈക്കിൻ്റെ ഓഫായി പോണ കാര്യം നമ്മൾ പറഞ്ഞ് ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ദയവേത് ഓർക്കുക. ആകെ 35 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, എന്നാലും നമ്മൾ കറക്റ്റായിട്ട് പറയേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി ഒരിക്കൽ കൂടി ഒറിജിനൽ പ്രിന്റ് ആൻസേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ഞാൻ മറന്നുപോയതാണ്. നോക്കാം, അതിനുശേഷം നമ്മുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്, നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട്, ദ പേഴ്സൺ സേസിറ്റി മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് 2026 എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ദയവേത് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും CCT എക്സാമിന്. നിങ്ങൾ വാച്ച് ചെയ്യുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാവിലെയാണ് എടുത്തേക്കുന്നത്, ഓഗസ്റ്റ് മാസം 2-ാം തീയതി 2026. ഈ ദിവസം ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മൾ രാവിലെയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്വീറ്റ് ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്.